US-ഇസ്രായേൽ സംഘർഷം തുടരുന്നു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ അമേരിക്ക മിസൈലുകൾ സജ്ജമാക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളമാണ് അൽ ഉദൈദ്. ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US-ന്റെ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കാനുള്ള വ്യവസ്ഥകളും ചർച്ചാ വിഷയമാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയ സംഘടനകളെ സഹായിക്കുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ സംഘടനകൾക്ക് സഹായം നൽകുന്നത് ഇറാൻ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകളെ US-ഉം ഇസ്രായേലും ഭയക്കുന്നത്? ഇറാന്റെ കൈവശം 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ഖുറം ഷഹർ, സെജിൽ തുടങ്ങിയ മീഡിയം റേഞ്ച് ബാലസ്റ്റിക് മിസൈലുകളുണ്ട്. കഴിഞ്ഞ ജൂണിൽ അൽ ഉദൈദ് താവളത്തിന് നേരെ ഇറാൻ 10ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളെയും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് US ഈ നീക്കം നടത്തുന്നത്. പുതിയ സൈനിക വിന്യാസത്തിലൂടെ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ താവളങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. അതിനിടെ മസ്കറ്റിലെ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. സമാധാന ആവശ്യങ്ങൾക്ക് ആണവ ഗവേഷണം നടത്താൻ അവകാശമുണ്ടെന്ന് ഇറാൻ ചർച്ചയിൽ വാദിച്ചെന്നാണ് റിപ്പോർട്ട്. ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം അനുവദിക്കും. ഇതിനു പകരമായി തങ്ങൾക്ക് മേലുള്ള US സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾ തുടരുമെന്നാണ് ഇരുവിഭാഗങ്ങളും അറിയിച്ചത്.